മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് മോഹൻലാൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചുള്ള ഗോസിപ്പുകളും റൂമേഴ്സുകളും പലപ്പോഴും ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ച ചില നായികമാരുമായി അദ്ദേഹത്തിന് പ്രണയബന്ധമുണ്ടായിരുന്നെന്ന പല വാർത്തകളും അക്കാലത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോഹൻലാലുമായി പ്രണയത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്ന നായികമാരെ കുറിച്ചാണ്. ആദ്യമായി തന്നെ നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടി ഗൗതമിയെക്കുറിച്ചാണ്. മോഹൻലാലും ഗൗതമിയും നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇസ് അബ്ദുള്ള, ഇരുവർ പോലുള്ള സിനിമകൾ. ഈ സിനിമകളിലെ അവരുടെ കഥാപാത്രങ്ങളുടെ ക്ലോസ്നെസ് കാരണം ആരാധകർക്കിടയിൽ പലതരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു. ഗൗതമിക്ക് മോഹൻലാലിനോട് പ്രണയമാണെന്ന് പല മാധ്യമങ്ങളും അക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിലെ പ്രമുഖ നടിയായ കാർത്തികയെക്കുറിച്ചാണ്. 80കളിൽ മലയാള സിനിമയിലെ വലിയ ഹിറ്റ് കോമ്പിനേഷനിൽ ഒന്നായിരുന്നു മോഹൻലാലും കാർത്തികയും. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ഹലോ മൈ ഡിയർ റോങ് നമ്പർ, ഉണ്ണികളെ ഒരു കഥ പറയാം തുടങ്ങിയ സിനിമകളിൽ ഇരുവരും ശ്രദ്ധേയമായ ജോഡികളായി. അന്നത്തെ കാലത്ത് ഒരു നായകനും ഒരു നായികയും തുടർച്ചയായി ഒന്നിച്ചഭിനയിച്ചാൽ അവരുടെ പേരുകൾ ചേർത്ത് ഗോസിപ്പ് ഉണ്ടാക്കുന്നത് സിനിമാ മാധ്യമങ്ങളിൽ സാധാരണയായിരുന്നു. പക്ഷേ മോഹൻലാൽ പിന്നീട് കാർത്തികയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ വ്യക്തിത്വത്തെയും സൗഹൃദത്തെയും കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ കാർത്തികക്ക് മോഹൻലാലിനോട് പ്രണയമുണ്ടായിരുന്നെന്നും മോഹൻലാലിനെ വിവാഹം കഴിക്കാൻ കാർത്തിക ആഗ്രഹിച്ചിരുന്നെന്നും ഒരു നടൻ പറഞ്ഞിരുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടി ഗീതയെക്കുറിച്ചാണ്. മോഹൻലാലും ഗീതയും മലയാള സിനിമയിലെ ശ്രദ്ധേയമായ ഓൺ സ്ക്രീൻ കോമ്പിനേഷനിൽ ഒന്നായിരുന്നു. 1980കളിൽ ഇരുവരും പഞ്ചാഗ്നി, ഗീതം, സുഗമോ ദേവി, അമൃതം ഗമയ തുടങ്ങിയ സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചു. പ്രത്യേകിച്ച് പഞ്ചാഗ്നിയിലെ ഗീതയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സിനിമയിൽ മോഹൻലാൽ റഷീദ് എന്ന കഥാപാത്രത്തെയും ഗീത ഇന്ദിര എന്ന കഥാപാത്രത്തെയുമാണ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്ത അക്കാലത്ത് പ്രചരിച്ചിരുന്നു. ഗീതയ്ക്ക് മോഹൻലാലിനോട് പ്രണയമാണെന്ന് അക്കാലത്തെ മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടി ഉർവശിയെക്കുറിച്ചാണ്. മോഹൻലാലും ഉർവശിയും തമ്മിൽ നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. കോമഡി ആയാലും സീരിയസ് റോളായാലും അവരുടെ കോമ്പിനേഷൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്ത അക്കാലത്ത് പ്രചരിച്ചിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് മോഹൻലാലോ ഉർവശിയോ ഒന്നും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടി സുമലതയെക്കുറിച്ചാണ്. മോഹൻലാലും സുമലതയും തമ്മിൽ നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ തൂവാലത്തുമ്പികൾ എന്ന സിനിമയ്ക്ക് ശേഷം മോഹൻലാലും സുമലതയും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. സുമലതയ്ക്ക് മോഹൻലാലിനോട് പ്രണയമാണെന്ന് അക്കാലത്ത് ആരാധകർ പറഞ്ഞിരുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടി മീര ജാസ്മിനെ കുറിച്ചാണ്. മീര ജാസ്മിനും മോഹൻലാലും നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. തനിക്ക് മോഹൻലാലിനോട് പ്രണയമുണ്ടായിരുന്നെന്നും മോഹൻലാലിനോട് പ്രണയമുള്ളത് കാരണമാണ് താൻ സിനിമയിലേക്ക് എത്തിയതെന്നും മീര ജാസ്മിൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. താൻ ഇപ്പോഴും മോഹൻലാലിനെ കാമുകനായിട്ടാണ് കാണുന്നതെന്നും മീര ജാസ്മിൻ പറഞ്ഞിരുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടി മീനയെക്കുറിച്ചാണ്. മീനയും മോഹൻലാലും തമ്മിൽ നിരവധി സിനിമകളിലാണ് ഒരുമിച്ച് അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്ത അക്കാലത്ത് പ്രചരിച്ചിരുന്നു. മോഹൻലാലുമായി ഏറ്റവും അധികം ഗോസിപ്പുകളിൽ വന്ന നായികയാണ് മീന. അവസാനമായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടി ശോഭനയെക്കുറിച്ചാണ്. മോഹൻലാലിൻ്റെ കൂടെ ഏറ്റവും അധികം സിനിമകളിൽ നായികയായി അഭിനയിച്ചത് ശോഭനയായിരുന്നു. ശോഭനയും മോഹൻലാലും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്തകൾ വളരെയധികം പ്രചരിച്ചിരുന്നു. മോഹൻലാൽ ശോഭനയെ വിവാഹം കഴിക്കാത്തത് കൊണ്ടാണ് ശോഭന ഇതുവരെയും വിവാഹം കഴിക്കാത്തതെന്ന വാർത്തകളും ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. വീഡിയോയിൽ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.